ഒരു ചെറിയൊരു മോള്, ആ മോളുടെ അനുജൻ ഓട്ടിസ്റ്റിക് ആയിട്ടുള്ളൊരു കുട്ടിയാണ്. ഓട്ടിസ്റ്റിക് ആയിട്ട് കുറച്ച് തടി അധികമുള്ളൊരു കുട്ടിയാണ് അനിയൻ. അപ്പോൾ അനിയനെ ഇങ്ങനെ തോളിൽ വെച്ചിട്ട് അവള് ഒരു കുന്ന് കയറി പോവാ. നല്ലോണം പ്രയാസപ്പെട്ടാണ് പോണത്. കാരണം നല്ല തടിയുള്ള കുട്ടിയാണ്. ആ കുട്ടിയെ ഇങ്ങനെ തോളിൽ വെച്ചിട്ടാണ് പോകുന്നത്. അപ്പം അത് കണ്ടപ്പോൾ ഒരാള് ആ പെൺകുട്ടിയോട് പറഞ്ഞു, നിന്റെ ചുമലിലുള്ള ഈ ഭാരം നിനക്ക് താങ്ങാൻ കഴിയുന്നതിലേറെയാണ്. നിനക്ക് താങ്ങാൻ കഴിയുന്നതിലേറെയാണ്. അപ്പൊ അവളിങ്ങനെ ദേഷ്യത്തോടെയാണ് അയാളെ നോക്കുന്നത്. ദേഷ്യത്തോടെ നോക്കിയിട്ട് പറഞ്ഞു, ഇത് ഭാരമല്ല, എൻ്റെ അനിയനാണ്. ഇതിനെ ഭാരം എന്ന് വിളിക്കരുത്, ഇതെൻ്റെ അനിയനാണ്. ഒരു കാര്യം ഭാരമില്ലാതെയാകുന്നത് എപ്പോഴാണ്? സ്നേഹം കലരുമ്പോഴാണ്. എപ്പോഴാണോ സ്നേഹമില്ലാതാകുന്നത് അപ്പോൾ ഭാരം തുടങ്ങും, അല്ലേ? നമുക്കൊരാളോട് സ്നേഹമുണ്ട് എങ്കിൽ അയാൾക്ക് വേണ്ടി ഉറക്കമൊഴിക്കാൻ, അയാൾക്ക് വേണ്ടി പണം ചെലവഴിക്കാൻ, അയാൾക്ക് വേണ്ടി വെയിൽ കൊള്ളാൻ, അയാൾക്ക് വേണ്ടി നമ്മുടെ സമയവും ആരോഗ്യവും ആയുസ്സും മുഴുവനും ഇൻവെസ്റ്റ് ചെയ്യാൻ നമുക്ക് യാതൊരു പ്രയാസം ഉണ്ടാവില്ല. എന്നാൽ അതേ ആളോട് നമുക്ക് സ്നേഹം കുറഞ്ഞാലോ, ആ ചെയ്തു പോയതിലൊക്കെ നമുക്ക് സങ്കടമാവും. വേണ്ടില്ലായിരുന്നു എന്ന് വിചാരിക്കാൻ തുടങ്ങും. ഇയാൾക്ക് വേണ്ടിയാണല്ലോ ഞാൻ എൻ്റെ പണം, എൻ്റെ ഉറക്കം, എൻ്റെ സമയം, എൻ്റെ ആരോഗ്യം കൊടുത്തത് എന്ന് നമ്മൾ റിഗ്രറ്റ് ചെയ്യാൻ തുടങ്ങും, സങ്കടപ്പെടാൻ തുടങ്ങും, അല്ലേ? ഒരു കാര്യം ഭാരമില്ലാതാകുന്നത് എപ്പോഴാ? സ്നേഹം ഉണ്ടാകുമ്പോൾ. അതാണ് ആ കുട്ടി പറഞ്ഞത്, ഇത് ഭാരമല്ല, എനിക്കിവൻ ഭാരമല്ല, എനിക്ക് ഇവൻ ഭാരമല്ല. കാരണം ഇവൻ എൻ്റെ അനിയനാണ്. എൻ്റെ മുന്നിൽ വീൽ ചെയറിലിരിക്കുന്ന ഓരോ ആളും ഇവിടെ എത്തിയതിൻ്റെ പിന്നിൽ, ഇങ്ങനെ എൻ്റെ മുന്നിൽ പുഞ്ചിരിച്ചിരിക്കുന്നതിൻ്റെ പിന്നിൽ, ഇങ്ങനെ സ്നേഹം കാരണം ഒന്നിലും ഭാരമില്ലാതായി മാറിയ കുറേ അച്ഛന്മാരും അമ്മമാരും ബാപ്പമാരും ഉമ്മമാരും, അല്ലെങ്കിൽ മുത്തശ്ശിയോ മുത്തശ്ശനോ, ഇങ്ങനെ ഈ കാണുന്നതിൻ്റെയൊക്കെ അപ്പുറത്ത് അവരുണ്ടാവും. ഇങ്ങനെ ഒരു കുഞ്ഞിനെ കിട്ടിയ നിമിഷം മുതൽ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഭർത്താവിനെ കിട്ടിയ നിമിഷം മുതൽ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഭാര്യയെ കിട്ടിയ നിമിഷം മുതൽ ജീവിതം മുഴുവനും അവർ എന്ന ഒരൊറ്റ ബാങ്കിൽ കൊണ്ടുപോയി എല്ലാം ഇൻവെസ്റ്റ് ചെയ്യുന്ന കുറേ മനുഷ്യന്മാർ, അല്ലേ? ഞാൻ വീൽ ചെയറിലിരിക്കുന്ന ഒരു ഭർത്താവാണ് എങ്കിൽ, അങ്ങനെ വീൽ ചെയറിലിരിക്കുന്ന നിമിഷം മുതൽ എനിക്ക് വേണ്ടി ആയുസ്സും ആരോഗ്യവും സമയവും ഉറക്കവും ഒക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാളില്ലാതെ വേറെന്തില്ലാതെയും നമ്മൾ പിടിച്ചു നിൽക്കൂലേ? ഒരിക്കല് വീൽ ചെയറിലിരിക്കുന്ന സുഹൃത്തുക്കളുടെ ഒരു സംഗമം ഉണ്ടായിരുന്നു. അപ്പോൾ അവരോട് ചോദിച്ചു, ജീവിതത്തിൽ നഷ്ടപ്പെട്ടാൽ നമുക്ക് ഏറ്റവും സങ്കടം തോന്നുന്ന കാര്യം ഏതാണ്? ആരോടാ ചോദിക്കുന്നതെന്നറിയോ? ഈ കഴുത്തിൻ്റെ കീഴ്പോട്ട് ഒരു സ്വാധീനവുമില്ലാത്ത ആളുകൾ വരെ അവിടെ ഇരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവിടെ ഉണ്ട് മുന്നിൽ. അവരോടാ ചോദിക്കണേ. എന്താ ചോദ്യം? നമുക്ക് നഷ്ടപ്പെട്ടാൽ ഏറ്റവും സങ്കടം തോന്നുന്ന കാര്യം എന്താണ്? എഴുതാനാ പറഞ്ഞത്, പേപ്പർ കൊടുത്തിട്ട്. അവരിൽ അധികം ആളുകൾ എഴുതിയത് എന്താണെന്നറിയോ? ഒരു കൂട്ട്. കൈ പോയാലും മനുഷ്യന് സന്തോഷമായിട്ട് ജീവിക്കും, കാല് പോയാലും അതിലേറെ സന്തോഷമായിട്ട് ജീവിക്കുന്ന എത്ര മനുഷ്യരുണ്ട്. അവരാണ് കൂടുതൽ. കഴുത്തിന് കീഴ്പോട്ട് ഒരു സ്വാധീനവുമില്ലാതെ ജീവിതാനന്ദത്തിന്റെ പുഞ്ചിരിയോടെ കിടക്കുന്ന ലക്ഷോപലക്ഷം മനുഷ്യർ ലോകത്തുണ്ടാവും. അവരൊക്കെ പിടിച്ചു നിൽക്കും, എന്തില്ലാതെയും നമ്മൾ പിടിച്ചു നിൽക്കും. പക്ഷേ നമ്മൾ തളരുന്ന സമയത്ത്, നമുക്കിങ്ങനെ ചാഞ്ഞു കിടക്കാൻ ഒരു മനുഷ്യനില്ലെങ്കിൽ, നമ്മൾ സങ്കടപ്പെടുന്ന നേരത്ത് നമുക്ക് ഫോൺ ചെയ്യാനൊരു മനുഷ്യനില്ലെങ്കിൽ,
നമ്മുടെ സന്തോഷങ്ങളും സങ്കടങ്ങളും ഒക്കെ മനസ്സിലാകണ ഒരു മനുഷ്യനില്ലെങ്കിൽ ജീവിതം വല്ലാതെ വരണ്ടു പോവും, അല്ലേ? നിങ്ങളിങ്ങനെ ഇവിടെ മുന്നിൽ വന്നിരിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ എത്രയോ പേരുടെ പിന്തുണയും അവരുടെ അർപ്പണവും അവരുടെ നിസ്സീമമായ സ്നേഹവും യാതൊരു കണ്ടീഷനും ഇല്ലാത്ത സ്നേഹവും നിങ്ങളിങ്ങനെ അനുഭവിച്ചാണ് ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുള്ളത്. നിങ്ങൾ മാത്രമല്ല, ഈ പറയണ ആളാവട്ടെ ആരാവട്ടെ, ഈ പറയുന്ന ആളെ മാത്രമല്ല നിങ്ങൾ കാണുന്നുള്ളൂ, അല്ലേ? ഇയാളിങ്ങനെ ആത്മവിശ്വാസത്തോടെ ഇത് പിടിച്ചു നിൽക്കണമെങ്കിൽ എത്ര മനുഷ്യർ ഇയാളെ സഹായിക്കണം, എത്ര മനുഷ്യരുടെ പ്രോത്സാഹനവും എത്ര മനുഷ്യരുടെ താങ്ങും തണലും തണുപ്പും അനുഭവിക്കണം. നമ്മുടെ തിക്കോടിയിലുള്ള ഒരു മാഷുണ്ടായിരുന്നു, കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നാടക ആചാര്യനായിരുന്നു തിക്കോടിയൻ മാഷ് എന്നാണ്. കേട്ടിട്ടുണ്ടോ? തിക്കോടിയൻ മാഷിൻ്റെ ഒരു ആത്മകഥയുണ്ട്, മലയാളത്തിൽ ഇറങ്ങിയിട്ടുള്ള ഏറ്റവും നല്ല ഓട്ടോബയോഗ്രഫിയിലൊന്നാണ്. കാരണം എന്താണെന്നറിയോ? അതിൽ പറയണത് മുഴുവനും മറ്റുള്ളവരെ കുറിച്ചാണ്. അപ്പം ഞാനൊരു ഓട്ടോബയോഗ്രഫി എഴുതി എന്നെ കുറിച്ചല്ലേ പറയാ, എല്ലാം അങ്ങനെയാ. പക്ഷെ തിക്കോടി മാഷിൻ്റെ പുസ്തകം അദ്ദേഹത്തെ കുറിച്ചല്ല. പിന്നെ ആരെ കുറിച്ചാണെന്നറിയോ? അദ്ദേഹത്തെ അങ്ങനെ ആക്കിയ മനുഷ്യരെ കുറിച്ചാണ്. കാരണം അതിൻ്റെ പേര് തന്നെ എന്താണെന്നറിയോ? പുസ്തകത്തിൻ്റെ പേര് തന്നെ രസമാണ്. പുസ്തകത്തിൻ്റെ പേര് അരങ്ങ് കാണാത്ത നടന്മാർ. അരങ്ങിലുള്ളവരെ നമ്മൾ കാണും, പക്ഷെ അരങ്ങിൽ എത്തുന്നതിൻ്റെ പിന്നിൽ അരങ്ങ് കാണാത്ത മനുഷ്യന്മാരുണ്ട്, അവരെ കുറിച്ചാണ് പുസ്തകം. എല്ലാ മനുഷ്യൻ്റെയും ആത്മകഥയ്ക്ക് കൊടുക്കാൻ പറ്റിയ പേരാണത്, അല്ലേ? ഏതൊരു മനുഷ്യൻ്റെയും ആത്മകഥയ്ക്ക് കൊടുക്കാൻ പറ്റിയ പേരാണ്. ഒരു പെൻസിലിൻ്റെ സ്റ്റോറി ഉണ്ട്. ഞാൻ ആ സ്റ്റോറി ഒന്നും പറയണില്ല, അതിലെ ഒരു സംഭവം മാത്രം പറയാം. ഒരു പെൻസിൽ ഉണ്ടാക്കിയ ആള് പെൻസിൽ ഇങ്ങനെ കവറിലേക്ക് ഇടും, എന്നിട്ട് അത് കച്ചവടത്തിന് പോകില്ലേ? അങ്ങനെ കവറിലേക്ക് ഇടുന്നതിന് മുമ്പ് ഒരു പെൻസിലിനെ നോക്കിയിട്ട് പറയുന്ന ഒരു കുട്ടിക്കഥയുണ്ട്. പെൻസിലിനെ നോക്കിയിട്ട് അദ്ദേഹം പറയണ 5 കാര്യങ്ങളാണ്. അതിൽ ഒന്നാമത്തെ കാര്യം ഇതാണ്: ഈ പെൻസിൽ ഉപയോഗിച്ചിട്ട് ആളുകൾ പലതും എഴുതും, കഥയും കവിതയും നോവലും വലിയ പുസ്തകങ്ങളൊക്കെ എഴുതുമായിരിക്കും, ഒക്കെ ശരിയാ. പക്ഷേ വെറുതെ നിനക്ക് സ്വയം അതിന് കഴിയൂല. ഏതെങ്കിലും ഒരു മനുഷ്യൻ ഇങ്ങനെ പിടിക്കണം, അയാളുടെ തലച്ചോറിലെ ആശയങ്ങൾ കൈവിരലിലേക്ക് വന്ന് ആ കൈവിരലുകൾ ആ ആശയങ്ങൾ കൊത്തിങ്ങനെ ചലിച്ച് ആ ചലനങ്ങൾക്കനുസരിച്ച് അക്ഷരങ്ങളായും വരികളായും വാക്കുകളായും മാറിയാൽ മാത്രമേ നിന്നെ കൊണ്ട് കാര്യമുള്ളൂ. രണ്ടാമത്തത് എന്താണെന്നറിയോ? രണ്ടാമതായി പറഞ്ഞു, എപ്പോഴൊക്കെ നിനക്ക് മുറിവുകൾ ഉണ്ടാവുന്നുണ്ടോ, അപ്പോഴൊക്കെയും ആളുകൾ നിന്നെ ഷാർപ്പൻ ചെയ്യുന്നുണ്ടോ, നിനക്ക് മൂർച്ച കൂട്ടുന്നുണ്ടോ, നിനക്ക് നല്ലോണം വേദനിക്കും. കാരണം നിന്റെ തൊലിയാണ് ഇങ്ങനെ പൊളിയുന്നത്, നിനക്ക് വേദനിക്കും. പക്ഷെ യഥാർത്ഥത്തിൽ പിന്നെ സംഭവിക്കുന്നത് എന്താണെന്നറിയോ? കുറച്ചുകൂടെ ബെറ്ററായ ഒരു പെൻസിലായിട്ട് നീ മാറുകയാണ് ചെയ്യുക. എനിക്കൊരു സങ്കടം ഉണ്ടായി എന്ന് വിചാരിച്ചോളൂ, എനിക്കൊരു പ്രതിസന്ധി ഉണ്ടായി. ആ പ്രതിസന്ധി ഞാൻ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ട് ആ പ്രതിസന്ധിയെ ഞാൻ നേരിട്ടു. ആ പ്രതിസന്ധി കഴിഞ്ഞു. പ്രതിസന്ധി കഴിഞ്ഞതിന് ശേഷം ഞാൻ കുറച്ചുകൂടി ദുർബലനായൊരു മനുഷ്യനായിരിക്കുമോ, അതല്ല കുറച്ചുകൂടെ ശക്തനായൊരു മനുഷ്യനായിരിക്കുമോ? അതാണ് പറഞ്ഞു കൊടുക്കണത്. എൻ്റെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധി ഉണ്ടായിട്ട് ആ പ്രതിസന്ധിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇപ്പം ഉള്ളതിനേക്കാളും ദുർബലനായ വീക്കായൊരു മനുഷ്യനായിരിക്കോ, അതല്ല ഇപ്പം ഉള്ളതിനേക്കാളും കരുത്തുള്ളൊരു മനുഷ്യനായിരിക്കോ? ഞാൻ ഒറ്റപ്പെട്ടു എന്ന് വിചാരിച്ചോളൂ. ഞാൻ ഒറ്റപ്പെട്ടാൽ ആ ഒറ്റപ്പെടുക എന്നുള്ള അനുഭവം എനിക്ക് ആദ്യം ഉണ്ടാക്കുന്നത് ഏറ്റവും വലിയ ദുഃഖവും സങ്കടവും പ്രതിസന്ധിയൊക്കെ ആയിരിക്കും. എന്നാൽ അതിനെ നേരിടാൻ പഠിക്കുന്നതോടെ എനിക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട്: ഒറ്റയ്ക്ക് നിൽക്കുമ്പോഴാണ് മനുഷ്യന് ചിറകുകൾ മുളക്കുന്നത്. ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ ചിറകുകൾ മുളക്കും. ഇത് മാധവിക്കുട്ടിയുടെ ഒരു സ്റ്റോറിയിലെ വാക്കാണ്. ഡിവോഴ്സ്ഡായ
വിവാഹമോചിതയായ ഒരു പെൺകുട്ടിയെ കുറിച്ച് പറയാണ്. അവൾ കണ്ണാടിയിലേക്ക് ഇങ്ങനെ നോക്കിയിട്ട് സ്വയം പറയാണ്, ഒറ്റയ്ക്ക് നിൽക്കുമ്പോഴാണ് ചിറകുകൾ മുളക്കുന്നത്. ഒരു സങ്കടത്തിന് ശേഷം നമ്മൾ വീക്കായ ഒരാളായിരിക്കോ, അതല്ല കുറച്ചുകൂടെ പവർഫുൾ ആയൊരു ആളായിരിക്കോ? നിങ്ങൾ വെറുതെ ആലോചിച്ച് നോക്കൂ. മൂന്നാമതായി അയാൾ പറഞ്ഞു കൊടുക്കണത് എന്താണെന്നറിയോ? മൂന്നാമതായി അയാൾ പറഞ്ഞു, പെൻസിൽ എന്ന് പറഞ്ഞാൽ ആളുകളൊക്കെ വിചാരിക്കുന്നത് അതിൻ്റെ കളറാണ്. ഇപ്പം ഞാനിവിടെ ഒരു കുറച്ച് പെൻസിൽ വെച്ചിട്ട് ഞാൻ മേഡത്തോട് പറയാണ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു പെൻസിൽ എടുക്കൂ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഏത് കളറുള്ള പെൻസിൽ എടുക്കുക? നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കളറല്ലേ എടുക്കുക, അല്ലേ? ചില കളറിലേക്ക് നമ്മൾ ആദ്യം നമ്മുടെ അറ്റൻഷൻ പോവും, അല്ലേ? സത്യത്തിൽ പെൻസിൽ എന്ന് പറഞ്ഞാൽ എന്താ? ആ പുറത്തുള്ള മരക്കഷ്ണമാണോ? ആണോ? പിന്നെന്താ? അതിൻ്റെ ഉള്ളിലുള്ള ഗ്രാഫൈറ്റ് ആണ്. ഞാനെന്ന് പറഞ്ഞാൽ എന്താ? ഈ കാണുന്നതാണോ? എൻ്റെ ഉള്ളിലുള്ള ആളാ. എന്നെ ലോകത്ത് പരാജയപ്പെടുത്താൻ, ഈ ഭൂമിയിൽ എന്നെ പരാജയപ്പെടുത്താൻ ഒരേ ഒരാൾക്കേ കഴിയൂ, ഇതിൻ്റെ ഉള്ളിലുള്ള ആൾക്ക്. ലോകം മുഴുവനും എന്നെ തള്ളിപ്പറഞ്ഞാലും ഈ ഉള്ളിലുള്ള ആളില്ലേ, എന്നെ ശക്തിപ്പെടുത്തിയാൽ, എൻ്റെ കൂടെ നിന്നാൽ ഞാൻ തളർന്നു പോകില്ല. എന്നാൽ ലോകം മുഴുവനും എനിക്ക് അനുകൂലമാണെങ്കിലും ഇയാൾ വീക്കാണ് എങ്കിൽ, ക്യാൻസർ പിടിച്ച് കിടക്കണ ഒന്നിനും വയ്യാതെ അതിൻ്റെ അവസാനത്തെ സ്റ്റേജിലുള്ള ആളുകളും കണ്ടിട്ടില്ലേ നിങ്ങൾ? സന്തോഷമായിട്ട് ജീവിക്കുന്ന മനുഷ്യന്മാരുണ്ട്. നിങ്ങൾക്ക് എത്ര ആളെ കാണിച്ചു തരണം? തീരെ വയ്യാതെ കിടക്കുമ്പോഴും ആ മുഖത്ത് നിന്ന് പുഞ്ചിരി മായാത്ത മനുഷ്യരില്ലേ? അതെന്തുകൊണ്ടാ? ഇതൊക്കെ അവർക്ക് വീക്കായിട്ടോ, ഈ കാണുന്നതൊക്കെ വീക്കായി, അസുഖം ബാധിച്ച് പ്രയാസപ്പെട്ടു. പക്ഷെ വീക്കാവാത്തൊരു സാധനം ഉള്ളിലുണ്ട്, അല്ലേ? ഈ ഉള്ളില് ആ സാധനം എങ്ങാനും വീക്കായാലോ നമുക്ക് പുറത്ത് എത്ര പവർഫുൾ ആയ അവയവങ്ങൾ ഉണ്ടായിട്ടും കാര്യമില്ല. ശരിയല്ലേ? അല്ലേ? പെൻസിൽ എന്ന് പറഞ്ഞാൽ എന്താ പുറത്തുള്ള മരക്കഷ്ണാണോ? ആണോ? ഉള്ളിലെ ഗ്രാഫൈറ്റ് ഇല്ല എങ്കിൽ പിന്നെ അത് എന്താണ്? വെറും ഒരു മരക്കഷ്ണം മാത്രമാണ്. അപ്പൊ ഞാനും നിങ്ങളും എന്താ? ഈ പുറത്തുള്ള എന്തെങ്കിലും സാധനങ്ങളാണോ? ഉള്ളിലുള്ള ആൾ ആരോഗ്യത്തോടു കൂടി ഉണ്ട് എങ്കിൽ നമ്മൾ എവിടെയും തോറ്റുപോകില്ല. എത്ര ആളുകളെ കാണിച്ചു തരണം? ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടതാ. ഒരു മോന്, അവന് ബൈക്ക് ഉണ്ടവൻ, ആ ബൈക്കിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുക. അവന് സ്വിഗ്ഗിയുടെ ഒരു ബാഗ് ഉണ്ട് അവൻ്റെ പിറകിൽ. നിങ്ങൾ കണ്ടോ ആ വീഡിയോ? സ്വിഗ്ഗിയിലെ മറ്റേ ഡെലിവറി ബോയ് ആണ് അവനിങ്ങനെ ബൈക്ക് ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ നമുക്കൊന്നും തോന്നുന്നില്ല. പക്ഷെ ബൈക്ക് ഓടിച്ച് ആ ബൈക്കിൽ ഇങ്ങനെ നിർത്തിയിട്ട് ബൈക്കിൽ നിന്ന് ഇറങ്ങുന്ന ആളില്ലേ, അവന് 2 കാലുകൾക്ക് സ്വാധീനമല്ല. പക്ഷെ അവൻ ജീവിതത്തെ എത്ര ഭംഗിയായിട്ടാണ് നേരിടുന്നതെന്ന് ആലോചിച്ച് നോക്കൂ. അവൻ ആരെയും ആശ്രയിക്കുന്നില്ല, അന്തസ്സായിട്ട് ജീവിക്കുന്നുണ്ട്. പെണ്ണുണ്ടാക്കിയിട്ട് അന്തസ്സായിട്ട് ജീവിക്കുന്നവരുണ്ട്, കൊട ഉണ്ടാക്കിയിട്ട് അന്തസ്സായിട്ട് ജീവിക്കുന്നവരുണ്ട്. അതെന്തുകൊണ്ടാ? പുറത്തെന്തൊക്കെ സംഭവിക്കുന്നെന്നുള്ളതല്ല, ഉള്ളിലുള്ള ഒരാളില്ലേ, ആ ആളാണ് നമ്മൾ. അയാൾ ആരോഗ്യത്തോടു കൂടി നിൽക്കുന്നുണ്ടോ? നമ്മൾ ഒരാളുടെ മുന്നിലും നമ്മൾ തോൽക്കേണ്ടി വരില്ല. അപ്പം ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഒറ്റ ചോദ്യം ചോദിക്കട്ടെ. നിങ്ങളോട് ഒരാൾ ചോദിക്കുകയാണ്, നിങ്ങൾക്ക് സന്തോഷമാണോ വേണ്ടത്, അതല്ല സമാധാനമാണോ വേണ്ടത് എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്താണ് ഉത്തരം പറയുക? നിങ്ങളെന്താ ഉത്തരം പറയാ? എന്താ പേരെന്താ? രഞ്ജിത്ത്. എവിടെ വീട്? കോവിത. നിങ്ങളോട് ഒരാൾ ചോദിക്കുകയാണ്, സന്തോഷം വേണോ, സന്തോഷം അതല്ല സമാധാനം വേണോ എന്ന് ചോദിച്ചാൽ സമാധാനം വേണ്ടേ? സമാധാനം. നിങ്ങൾക്ക് എന്താ വേണ്ടേ? സമാധാനം. ഈ സന്തോഷവും സമാധാനവും തമ്മിലൊരു വ്യത്യാസമുണ്ട്. അതെന്താണെന്നറിയോ നിങ്ങൾക്ക്? പറയുമ്പോൾ മനസ്സിലാവും, സിമ്പിൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. സന്തോഷവും സമാധാനവും തമ്മിലുള്ള വ്യത്യാസം, സന്തോഷം പുറത്താണ്, സമാധാനം അകത്താണ്. സമാധാനത്തിന് കുറച്ചുകൂടെ നല്ലൊരു വാക്ക് ശാന്തി എന്നാണ്.
നമ്മുടെ ഭാരതീയ സങ്കല്പത്തിൽ ശാന്തി എന്നാ പറയുക. സമാധാനത്തെക്കാൾ രസമുള്ളൊരു വീടാണ് ശാന്തി.